ഞാൻ തരുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് 5 മാർക്കിൻ്റെ ഒരു കോൺവെർസേഷൻ ഉണ്ടാകും. അതിൽ കുറേയധികം ഗ്രാമാറ്റിക്കലായ എലമെൻറ്റ്സ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ടാക്സ് ആണ് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ടാക്സ് വരും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോർമേഷൻ, കണ്ടീഷണൽ ക്ലോസ്, ഇവ സ്ഥിരമായി വരുന്ന കാര്യങ്ങളാണ്. ഇനി അതിലുപരിയായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സിമ്പിൾ ടു കോംപ്ലെക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പോകാം. ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹാബിറ്റ്. വളരെ സിമ്പിളാണത്. ഇവിടെ നമുക്ക് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഹാഡ് ബെറ്റർ എന്നതിന് ശേഷം, അതായത് വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഉണ്ടായിരിക്കും, ഹാഡ് ബെറ്റർ എന്നെഴുതി ബാക്കി ഡാഷ് ആയിരിക്കും. അപ്പോൾ വി ഹാവ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇവിടെ എക്സാമ്പിൾസ് തരുന്നുണ്ട്. അതിന് മുൻപേ അതിനൊരു നിയമമുണ്ട്. ഹാഡ് ബെറ്റർ പ്ലസ് V1. എന്താ ഈ V1? അത് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ഫോം ഓഫ് ദ വേർബിനെയാണ് V1 എന്ന് ഉദ്ദേശിക്കുന്നത്. V1, V2, V3 അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഹാഡ് ബെറ്റർ ഷുഡ് ബി ഫോളോഡ് ബൈ V1. അതിൻ്റെ കൂടെ എപ്പോഴും V1 ആണ് നിൽക്കുക. എക്സാമ്പിൾസ് നോക്കാം. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇത് ഹാഡ് എന്ന് കാണുമ്പോൾ അത് ഭൂതകാലം എന്നൊന്നും ചിന്തിക്കരുത്. ഇത് കൂടുതൽ നല്ല കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കൂടുതൽ അഭികാമ്യം എന്ന് പറയുന്ന കാര്യങ്ങളെയാണ് ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹോം. നമ്മളോട് എല്ലാം ഇൻസ്ട്രക്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക എന്നതാണല്ലോ. അതുകൊണ്ടാണല്ലോ സ്കൂള് പോലും തുറക്കാത്തത്, അല്ലേ? അപ്പോൾ യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹോം. അപ്പോൾ നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും നല്ലൊരു അഡ്വൈസാണ് വീട്ടിൽ സ്റ്റേ ചെയ്യുക, ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക എന്നുള്ളതാണ്. യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹോം. അപ്പോൾ ഇത് പ്രസന്റ് ഫോം ഓഫ് ദ വേർബാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാഡ് ബെറ്റർ പ്ലസ് V1. ഇനി വേണ്ട, അതായത് വീട്ടിൽ സ്റ്റേ ചെയ്യണം എന്നല്ലേ, അപ്പോൾ പുറത്ത് പോകണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ്, ഒരു അഡ്വൈസാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും വരിക? യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ഔട്ട്. അപ്പോഴും ഗോ എന്നുള്ള V1 ഫോമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹോം. ഇവിടെ വേണ്ട എന്ന് വരുമ്പോൾ യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ഔട്ട്. സെക്കൻഡ് സെന്റൻസ്, you had better stand still when you see a snake. അത് നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ലെസൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ലെസനാണ്. അപ്പോൾ അതിനൊരു സ്നേക്ക് ആയിട്ടൊരു എൻകൗണ്ടർ നമ്മുടെ ഹീറോന്, ഒരു ഡോക്ടറാണ് ഹീറോ, ഹോമിയോപത്ത് ഈസ് ദ ഹീറോ. അപ്പോൾ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കസേരയിൽ ഇരിക്കുന്ന സമയത്ത് സ്നേക്ക് കോയിൽഡ് ഡൗൺ ഹിസ് ഹാൻഡ്. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റില്ലായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് വളരെ രസകരമായിട്ടുള്ള ഒരു വേർഡ് പിക്ചറാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സ്നേക്കിനെ നമ്മുടെ മുൻപിൽ കാണുകയാണെങ്കിൽ നമ്മൾ അനങ്ങരുത്, ഓടരുത് എന്നൊക്കെ നമ്മുടെ പാരൻസ് ഒക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യു ഹാഡ് ബെറ്റർ സ്റ്റാൻഡ് സ്റ്റിൽ വെൻ യു സീ എ സ്നേക്ക്. അവിടെ നോക്കൂ, സ്റ്റാൻഡ് എന്നുള്ള V1 ഫോം, അല്ലേ? കൂടുതൽ നല്ലത്, കൂടുതൽ അഭികാമ്യം. ഒരു പാമ്പിനെ കാണുമ്പോൾ എന്താണ്, നമ്മൾ നിശ്ചലമായിട്ട് നിൽക്കുകയാണ് നല്ലത്, അല്ലേ? അപ്പോൾ യു ഹാഡ് ബെറ്റർ സ്റ്റാൻഡ് സ്റ്റിൽ. ദ ഡോക്ടർ സാറ്റ് ലൈക്ക് എ സ്റ്റാച്യു. അങ്ങനെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഒരു സ്റ്റാച്യു പോലെയാണ് ഇരിക്കുന്നത്. സ്നേക്ക് തൻ്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു കയറുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ സ്നേക്ക് അയാളെ ഉപദ്രവിക്കുന്നു ഇല്ല. You had better stand still when you see a snake. ഇവിടെ വേണ്ട എന്നുള്ള, എന്ത് ചെയ്യണ്ട എന്നുള്ള ഒരു അഡ്വൈസാണ് നമുക്ക് കിട്ടുന്നത്. യു ഹാഡ് ബെറ്റർ നോട്ട് മൂവ്. നമ്മൾ ചലിക്കാൻ പാടില്ല when we see a snake in front of us. Next, you had better attend your class daily. ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? യു മസ്റ്റ് see the online class daily, അല്ലേ? You shouldn't miss it. ഇവിടെ അവർ തരുന്ന അഡ്വൈസ് എങ്ങനെയാണ്? യു ഹാഡ് ബെറ്റർ അറ്റൻഡ് യുവർ ക്ലാസ് ഡെയിലി. യു ഹാഡ് ബെറ്റർ നോട്ട് മിസ് ഇറ്റ്. അപ്പോൾ ഹാഡ് ബെറ്റർ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു ഇതിലേക്ക് സ്ട്രക്ചറിലേക്ക് ഞാൻ പോവുകയാണ്. അതും വളരെ ഈസിയാണ്.
പക്ഷെ അതിൻ്റെ റൂള് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വുഡ് യു മൈൻഡ്, ഇവിടെ വുഡ് ഷോസ് പ്രസന്റ് ഫോം. ഇത് വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ് എന്ന് തോന്നുന്നു എങ്കിൽ കൂടി മനസ്സിലാക്കുക, വുഡ് എന്ന് പറയുന്നത് ഒരു ഹംബിൾ റിക്വസ്റ്റിനെ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വുഡ് യു മൈൻഡ്, ഇവിടെ മനസ്സുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കാറില്ലേ, അത്രയും വിനയത്തോടു കൂടി ചോദിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വുഡ് യു മൈൻഡ്. ഇനി ഇതിൻ്റെ റൂൾ എന്താ വെച്ചാൽ വുഡ് യു മൈൻഡ് പ്ലസ് വി പ്ലസ് ING, അതായത് വി ഷോസ് വേർബ്, ക്രിയയുടെ ING രൂപമാണ് ഉപയോഗിക്കേണ്ടത്. അത് ചെയ്യുവാൻ മനസ്സുണ്ടാകുമോ, ഇത്രയും ഹംബിൾ റിക്വസ്റ്റ് ആണ്. അപ്പോൾ വുഡ് യു മൈൻഡ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ യു ഹാവ് ടു യൂസ് വേർബ് പ്ലസ് ING ഫോം. ING ഫോം അത് വേർബ് നിങ്ങൾ യൂസ് ചെയ്യണം. എക്സാമ്പിൾസ് ടീച്ചറോട് നിങ്ങൾ ചോദിക്കുകയാണ്, വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ് ദിസ് അഗെയിൻ. ടീച്ചറോട് നിങ്ങൾ ഇത് ഒന്നുകൂടി ടീച്ചർ ഞങ്ങൾക്ക് മനസ്സിലായില്ലോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറയാറില്ലേ. അപ്പോൾ എങ്ങനെ ചോദിക്കേണ്ട, വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ്, അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് വളരെ വിനയത്തോടു കൂടി ചോദിക്കുകയാണ്. വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ്, ഇത് വി പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ് ദിസ് അഗെയിൻ. നോക്കാം, വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ എ പെൻ. ഫ്രണ്ടിനോട് അടുത്തിരിക്കുന്ന ആളോട് നമ്മുടെ പെനൊക്കെ മഷി കഴിഞ്ഞു, അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കാം, വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ എ പെൻ, പേന തരുമോ എന്നൊരു ഹംബിൾ റിക്വസ്റ്റ് ചോദിക്കുകയാണ്. വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ എ പെൻ. വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം വിത്ത് മീ. നമ്മളൊരു ഇൻ്റർവ്യൂവിലൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്. വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം വിത്ത് മീ, കുറച്ച് സമയം എൻ്റെ കൂടെ ചിലവഴിക്കാൻ മനസ്സുണ്ടാകുമോ, അല്ലെങ്കിൽ കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ചിലവഴിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ റൂള്, വുഡ് യു മൈൻഡ് വരുന്ന സമയത്ത് വി ഹാവ് ടു യൂസ് ദ വേർബ് പ്ലസ് ING ഫോം അല്ലേ. അത് 1 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമറിൽ ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വിഷ്. ഇതൊരു കോമൺ വേർഡാണ് അല്ലേ. നമ്മളെപ്പോഴും ആശംസകൾ പറയാനായിട്ട് വിഷ് യു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ വിഷസ് പറയാറുണ്ട്, വിഷ് യു ഹാപ്പി ഓണം. പക്ഷേ വിഷിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് ആ വിഷിൻ്റെ ഘടന മാറുന്ന സമയത്ത് അതിന് വേറൊരു അർത്ഥമാണ് വരുന്നത്. വിഷ് പ്ലസ് V2. ഈ V2 ഷോസ് പാസ്റ്റ് ഫോം. അപ്പോൾ വിഷിനോട് കൂടി ഒരു പാസ്റ്റ് ടെൻസ് ഫോം വരുന്ന സമയത്ത് അതൊരു ഇമാജിനറി എക്സ്പെക്റ്റേഷനാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു സാങ്കല്പികമായിട്ടുള്ള പ്രതീക്ഷയാണ് കാണിക്കുന്നത്. നമ്മുടെ കണ്ടീഷണൽ ക്ലോസിൽ സെക്കൻഡ് ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇമാജിനറി കണ്ടീഷനെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ വിഷ് പ്ലസ് പാസ്റ്റ് ഫോം, വിഷ് പ്ലസ് V2 ഷോസ് ഇമാജിനറി എക്സ്പെക്റ്റേഷൻ. നമ്മുടെ ഭാവനാപരമായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള പ്രതീക്ഷകളെയാണത് കാണിക്കണം എന്നാണ്. ഇവിടെ നോക്കുക, ഐ വിഷ് ഐ വേർ ദ വിന്നർ. അപ്പം എന്തായാലും തരുണിൻ്റെ പാഠം കഴിഞ്ഞ ലെസണിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്, തരുണിൻ്റെ പാഠം പഠിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് തരുൺ ഹി ഫെയിൽഡ് ഇൻ ദ മാച്ച് അല്ലേ, ആ റേസിൽ ഹി ഫെയിൽഡ് ഇൻ ദ റേസ്. അതിൽ അവൻ തോറ്റു കഴിഞ്ഞപ്പോൾ എന്തായാലും അവൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ഇതാണ്, ഞാനായിരുന്നു വിന്നർ എങ്കിൽ, ഐ വിഷ് ഐ വേർ ദ വിന്നർ, ഞാനാണ് വിന്നർ എങ്കിൽ എന്നവൻ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ഐ വിഷ് ദ ടൈഗർ ബിഹേവ്ഡ് മൈൽഡ്ലി. ദിസ് ഇസ് ഫ്രം ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ ദ പ്രൊജക്ട് ടൈഗർ എന്നുള്ളത് രസകരമായ ഒരു പാഠമുണ്ട്. ആ പാഠത്തിൽ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആണ് സത്യജിത് റേ എന്നുള്ള വ്യക്തി എന്നുള്ള ഡയറക്ടർ നമുക്ക്, ഹി വാസ് എ റൈറ്റർ ആൻഡ് ഡയറക്ടർ, അദ്ദേഹം നമുക്ക് ഷെയർ ചെയ്യണത് ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആണ്. ഐ വിഷ് ദ ടൈഗർ ബിഹേവ്ഡ് മൈൽഡ്ലി. ഒരു ടൈഗറെ വെച്ചിട്ടുള്ള ഒരു ഷൂട്ടിങ്ങിൽ ടൈഗർ വളരെ വയലൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. they couldn't control the tiger. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഇല്ലെങ്കിൽ ആ ടീം മുഴുവൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ദ ടൈഗർ ബിഹേവ്ഡ് മൈൽഡ്ലി. ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഇല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക വയലൻ്റ് അല്ലാത്തൊരു രീതിയിൽ ടൈഗർ ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ദേ ഹാഡ് ടു റീടേക്ക് ദ സീൻ എഗെയിൻ. വീണ്ടും അത് റീടേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹം ഇതാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, ഐ വിഷ് ദ ടൈഗർ ബിഹേവ്ഡ് മൈൽഡ്ലി.
പക്ഷെ അതൊരു ഇമാജിനറി എക്സ്പെക്റ്റേഷൻ ആണ് അല്ലേ. ഐ വിഷ് ദ ഡോക്ടർ കുഡ് റെക്കഗ്നൈസ് മീ. ഇതും ഒരു ടെക്സ്റ്റ് എന്നുള്ള കോണ്ടെക്സ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പാഠത്തിൽ മിസ്റ്റർ ജോൺ ഒരു ഡോക്ടറെ, അതായത് എ ജെ ക്രോണിൻ, അദ്ദേഹമാണ് അതിൻ്റെ ഓതർ കൂടിയാണ് എ ജെ ക്രോണിൻ. ഹി വാസ് എ ഡോക്ടർ. അപ്പോൾ ഇവർ ഡോക്ടറും മിസ്റ്റർ ജോണും തമ്മിൽ ആദ്യം കണ്ടിട്ടുണ്ട്, ഒരു സിറ്റുവേഷൻ അതിൽ ഉണ്ട്. അപ്പോൾ പിന്നീടൊരു അവസരത്തിൽ കാണുന്ന സമയത്ത് ഡോക്ടർക്ക് ജോണിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ജോണിന് സ്വയം ചെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യമാണ്. ഹി വാസ് ടു ഷൈ. വളരെ അധികം വിമുഖത ഉള്ള വ്യക്തിയാണ് അദ്ദേഹം, മിസ്റ്റർ ജോൺ. അപ്പോൾ മിസ്റ്റർ ജോൺ ആഗ്രഹിക്കുന്നു, ഐ വിഷ് ദ ഡോക്ടർ കുഡ് റെക്കഗ്നൈസ് മീ. ഇവിടെ ഓക്സിലിയറിയുടെ പാസ്റ്റ് ഫോം ആണ് തന്നിരിക്കുന്നത്, ഇവിടെയും ഓക്സിലിയറിയുടെ പാസ്റ്റ് ഫോം ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡോക്ടർ എന്നെ റെക്കഗ്നൈസ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഇമാജിനറി എക്സ്പെക്റ്റേഷൻ ആണ്. പക്ഷേ ദ ഡോക്ടർ couldn't recognize മിസ്റ്റർ ജോൺ. അത് മനസ്സിലായിരിക്കല്ലോ. വിഷ് പ്ലസ് V2 ഓർ വിഷ് പ്ലസ് പാസ്റ്റ് ടെൻസ് ഷോസ് ഇമാജിനറി എക്സ്പെക്റ്റേഷൻ. അത് റിയലിസ്റ്റിക് അല്ലാത്ത ഒരു, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി അടുത്തത് ദ മോർ. ചില സമയത്ത് ആ കോൺവെർസേഷനിൽ ദ മോർ കൊണ്ട് വാക്യം ആരംഭിക്കുന്ന ഒരു ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ദ മോർ കൊണ്ട് വാക്യം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗത്ത് ദ മോർ കൊണ്ട് തന്നെ ബിഗിൻ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ശരിയായ രീതി ആണ് ഞാനിവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് ഭാഷ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതായത് ചിലരുടെ സംഭാഷണങ്ങൾ വളരെ രസകരമായിരിക്കും, അവരുടെ ഭാഷയും കുറച്ച് സാധാരണ ഭാഷയിൽ നിന്ന് വ്യത്യാസമായിരിക്കും. അതുപോലെ ഒരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ദ മോർ, അതായത് ദ മോറിന് ശേഷം കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അതായത് ആ ക്ലോസ്, ഇതൊരു ക്ലോസ് ആണ്, അതിനുശേഷം ബാക്കി ഭാഗം വരുന്നു. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ഇവിടെ മനസ്സിലാക്കാം. ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി, അതായത് ദന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. പിന്നെ കുറച്ച് ഉണ്ടാവും, പിന്നെ അതിനുശേഷം ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി, അതിൻ്റെ പകുതിയിൽ നിന്ന് അങ്ങോട്ട് പിന്നെയും ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അഡ്ജക്റ്റീവ് 3 തരത്തിലുണ്ട് അല്ലേ. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതിലെ പോസിറ്റീവ് ഡിഗ്രി എന്താ വെച്ചാൽ ടോളസ്റ്റ്. ഇതൊക്കെ ശ്രീജ ടീച്ചർ പറഞ്ഞെന്ന കാര്യങ്ങളാണ്. ടോളസ്റ്റ്. പക്ഷേ ERO ESTO ചേർത്ത് നമുക്ക് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഡിഗ്രി ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ പറ്റാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്ക് ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അങ്ങനെയാണ് എഴുതാറ്. ചില വാക്കുകൾക്ക് നമുക്ക് ERO EST ചേർത്തിട്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയും അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഫോം ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ചില ഘട്ടങ്ങളിൽ അത് പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ മോർ ബ്യൂട്ടിഫുൾ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അങ്ങനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ഈ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, നടുവിലുള്ള കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ആവശ്യം. അപ്പം ഇത് വെച്ചാണ് സെന്റൻസ് നമ്മൾ വളരെ രസകരമാക്കുന്നത്. ദ മോർ യു ഈറ്റ് ദ ഫാറ്റർ യു ബിക്കം. നിങ്ങൾ മെലിഞ്ഞിരിക്കുന്ന സമയത്ത് എപ്പോഴും പാരൻസ്, പ്രത്യേകിച്ച് അമ്മ പറയാറുണ്ടാ, നന്നായി ഭക്ഷണം കഴിക്കുക, കുറച്ച് തടിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് ആലങ്കാരികമായിട്ട് പറയുമ്പോൾ ദ മോർ യു ഈറ്റ് ദ ഫാറ്റർ യു ബിക്കം, അതായത് കൂടുതൽ തിന്നാൽ കൂടുതൽ തടിക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. ദ മോർ യു ഈറ്റ് ദ ഫാറ്റർ യു ബിക്കം. ഇനി വേണമെങ്കിൽ ഇങ്ങനെയും ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ദ മോർ യു ഈറ്റ് ദ മോർ എനർജറ്റിക് യു ബിക്കം. എല്ലാവരും തടിക്കണം എന്നില്ല, കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ തടിക്കണം എന്നില്ല, പക്ഷേ നമ്മൾ വളരെ എനർജി ലെവലാണ് കൂടും അല്ലേ. അപ്പോൾ ദ മോർ യു ഈറ്റ് ദ ഫാറ്റർ യു ബിക്കം എന്നോ ദ മോർ യു ഈറ്റ് ദ മോർ എനർജറ്റിക് യു ബിക്കം എന്നോ പറയാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദ മോർ കൊണ്ട് ഒരു സെന്റൻസ് ബിഗിൻ ചെയ്തു എങ്കിൽ അതിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്താണ്, ദ മോർ വെച്ച് തന്നെ, അല്ലെങ്കിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി വെച്ച് തന്നെ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വേറെ ഒരു എക്സാമ്പിൾ, ദ ഹയർ യു ക്ലൈം ദ കൂളർ, അതായത് ഉയരത്തിലേക്ക് കയറും തോറും കൂളായിരിക്കും അല്ലേ. ദ ഹയർ യു ക്ലൈം ദ കൂളർ ദ എയർ.
ആകാശത്തേക്ക് ഇല്ലെങ്കിൽ കുന്ന് കയറുന്ന സമയത്ത് നമ്മൾ കൂടുതൽ തണുപ്പാണ് അല്ലേ, ഹിൽ സ്റ്റേഷൻസ് ഒക്കെ തന്നെ കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ദ ഹയർ യു ക്ലൈംബ് ദ കൂളർ ദ എയർ. ഇനി ഇതും ദിസ് ഇസ് ഫ്രം ദ ടെക്സ്റ്റ്, ആ ലെസൺ പ്രൊജക്ട് ടൈഗർ എന്നുള്ള ആ ലെസണിലെ രസകരമായ ഒരു കാര്യമാണ് ഇവിടെ. ദ മോർ മിസ്റ്റർ തോററ്റ്, ആരാണ് തോററ്റ് എന്ന് അറിയണ്ടാവില്ല, ഹിസ് ദ റിംഗ് മാസ്റ്റർ. അതിലുള്ള ആ ടൈഗറിനെ കൺട്രോൾ ചെയ്യുന്ന ട്രെയിനറാണ്. റിംഗ് മാസ്റ്റർ എന്നുള്ള വേർഡ് ഫെമിലിയർ ആണല്ലോ. അപ്പോൾ ട്രെയിനറാണ് ആര്, മിസ്റ്റർ തോററ്റ്. അപ്പോൾ ഷൂട്ടിങ്ങിന് കൊണ്ടുവരുന്ന സമയത്ത് കൂടുതലായിട്ട് ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും തോറും ടൈഗർ പിന്നെയും വയലന്റ് ആകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ദ മോർ മിസ്റ്റർ തോററ്റ് ട്രൈഡ് ടു കൺട്രോൾ ദ ടൈഗർ, അതായത് കൂടുതൽ ട്രൈ ചെയ്യും തോറും, അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും തോറും എന്ത് സംഭവിച്ചു, ദ മോർ വയലന്റ് ഇറ്റ് ബിക്കെയിം, കൂടുതൽ അത് വയലന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ തിന്നാൽ കൂടുതൽ തടിക്കാം എന്നുള്ള ഒരു എക്സാമ്പിൾ, ഒരു ആലങ്കാരിക പ്രയോഗമാണ് ദ മോർ കൊണ്ട് വാക്യം ആരംഭിക്കുന്ന സമയത്ത് ദ മോർ അല്ലെങ്കിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ബാക്കി ഭാഗത്ത് ചേർത്ത് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും.